അന്വേഷണ മികവിൽ കേരള പോലീസിന് ആകെ മാതൃകയായ ഒട്ടേറെ നേട്ടങ്ങളിലേക്ക് കണ്ണൂരിനെ നയിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പടിയിറങ്ങി. പാലക്കാട് പോലീസ് സൂപ്രണ്ടായാണ് മാറ്റം. പി നിതിൻ രാജാണ് പുതിയ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ. പ്രമാദമായ നിരവധി കേസുകളിലൂടെ കടന്നുപോകേണ്ടി വന്നുവെങ്കിലും കണ്ണൂർ മനസ്സ് നിറയെ സ്നേഹമാണ് തനിക്ക് നൽകിയതെന്ന് അജിത് കുമാർ കണ്ണൂർ റഷനോട് പറഞ്ഞു. കണ്ണൂരിന്റെ മനസ്സറിഞ്ഞ കമ്മീഷണറായിരുന്നു അജിത് കുമാർ. കണ്ണൂരിനെല്ലാം രാഷ്ട്രീയമാണ്. ഇവിടുത്തെ ഓരോ ചലനത്തിലുമുണ്ട് രാഷ്ട്രീയം. അത് മനസ്സിലാക്കി തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണറായി 2 വർഷം മുമ്പ് ചാർജ് എടുത്തത് മുതൽ അജിത് കുമാർ നീങ്ങിയതും. ക്രമസമാധാനം ഉറപ്പാക്കാൻ ആദ്യം വേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയാണ്. ആ പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞ കമ്മീഷണറായിരുന്നു അജിത് കുമാർ. ചുമതലയേറ്റതിന് പിന്നാലെ തലശ്ശേരിയിൽ ഇരട്ട കൊലപാതകം നടന്നു. ആ കേസിലെ മുഴുവൻ പ്രതികളെയും ദിവസങ്ങൾക്കകം പിടികൂടിയാണ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് ടീം തുടങ്ങിയത്. പിന്നീട് അവർക്ക് ഒരു കേസിലും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 99% കേസുകളിലെയും പ്രതികളെ പിടികൂടാൻ സിറ്റി പോലീസിന് കീഴിലെ എല്ലാ സ്റ്റേഷനുകൾക്കും കഴിഞ്ഞു. ഏലത്തൂരിൽ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവിന് തീയിട്ടത് രാജ്യത്താകെ ചർച്ചയായി നിൽക്കുമ്പോൾ അതേ ട്രെയിനിന് കണ്ണൂരിൽ വീണ്ടും തീവെപ്പുണ്ടായത് വൻ ദുരൂഹത ഉയർത്തി. തീവ്രവാദ സംഘത്തിലേക്ക് വരെ വിരൽ ചൂണ്ടിയ കേസിന്റെ അന്വേഷണവും കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതിസമർത്ഥമായി നടന്നു. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നയാൾ ഭിക്ഷ കിട്ടാത്തതിന്റെ ദേഷ്യത്തിൽ ചെയ്ത ആ കുറ്റകൃത്യവും ഞൊടിയിടയിലാണ് തെളിയിക്കപ്പെട്ടത്. പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവൻ സ്വർണവും കവർച്ച ചെയ്തു എന്ന വാർത്തയും കേരളത്തെ ആകെ ഞെട്ടിച്ച കേസായിരുന്നു. വളപട്ടണത്തെ അഷ്റഫിന്റെ വീട്ടിൽ നടന്ന ആ കവർച്ചയെക്കുറിച്ച് പോലീസ് അറിഞ്ഞത് 5 ദിവസത്തിന് ശേഷം. കച്ചിത്തുരുമ്പായി തീർത്തും അവ്യക്തമായ ഒരു CCTV മാത്രം. ആ സമയം സ്ഥലത്തില്ലാതിരുന്നിട്ടും കമ്മീഷണർ അജിത് കുമാർ കവർച്ചയുടെ ഗൗരവം മനസ്സിലാക്കി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ACP TK രത്നകുമാറിന്റെയും വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെയും നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിന് എല്ലാ മേൽനോട്ടവും വഹിച്ചു. റൂറൽ SP-യുമായി നിരന്തരം സംസാരിച്ചും അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി. കേരള പോലീസിന് ആകെ തിലകക്കുറിയായി അഷ്റഫിന്റെ അയൽവാസിയായ ലിജേഷിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. പോലീസിന് കയ്യടി കിട്ടി. മുഴുവൻ സ്വർണവും പരാതിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പണവും കണ്ടെത്തി. കേരള പോലീസ് അതിന്റെ ഏറ്റവും മികച്ച അന്വേഷണങ്ങളിൽ ഒന്നായി തങ്കലിപികളാൽ ഈ കേസ് എഴുതി ചേർത്തു. ഇതെല്ലാം ഏറെ സംതൃപ്തി നൽകുന്ന അന്വേഷണമായിരുന്നുവെന്ന് അജിത് കുമാർ. അവസാനം നമുക്ക് ഒരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വളരെ വലിയ ഒരു വളപട്ടണം തെഫ്റ്റ് കേസ് കൂടി ഞങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചത്. അതിലെ മുഴുവൻ പ്രോപ്പർട്ടി ഞങ്ങൾ റിക്കവർ ചെയ്തു. സോ ഇതുപോലെയുള്ള കുറേ കേസുകൾ നമുക്ക് ഇൻവെസ്റ്റിഗേഷനിൻ്റെ ഭാഗമായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചു കണ്ണൂരിൽ. തെരഞ്ഞെടുപ്പുകളിൽ സംഘർഷവും കണ്ണൂരിൽ പുതുമയല്ല. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്ത് കണ്ണൂരിലാണ് എന്നും നിശ്ചയിക്കപ്പെടാറുള്ളത്. തെരഞ്ഞെടുപ്പാണോ അക്രമം ഉറപ്പ് എന്ന ആ പതിവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെറ്റി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കി ഒരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താനും കമ്മീഷണറുടെ നേതൃത്വത്തിന് കഴിഞ്ഞു. ഇലക്ഷൻ നമുക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നമുക്ക് നടത്തി. വളരെ സക്സസ്ഫുള്ളായിട്ട് അത് ലോ ആൻഡ് ഓർഡർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. കണ്ണൂരിന്റെ നല്ല മനസ്സിന് അജിത് കുമാറിന്റെ നന്ദി. കണ്ണൂർ വളരെ ട്രൂ ഹാർട്ട് പോലെയുള്ള ജനങ്ങളാണ് ഉള്ളത്. എപ്പോഴും ആറിനോടും സംസാരിച്ചിട്ട് സന്തോഷം തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ അതുപോലെ ഒരു സ്നേഹം കൂടിയാണ് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് വലിയ സന്തോഷമാണ്. എന്തായാലും കണ്ണൂർ എൻ്റെ ക്യാരിയറിൻ്റെ ഏറ്റവും ബെസ്റ്റ് പീരിയഡ് തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. പാലക്കാട് ഈ കണ്ണൂരിൻ്റെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പാലക്കാട് എനിക്ക് നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, അതും ഞാൻ വിശ്വസിക്കുന്നു. കണ്ണൂരിൻ്റെ സ്വന്തം ചാനൽ കണ്ണൂർ വിഷനും കമ്മീഷണറുടെ ആശംസ. കണ്ണൂർ വിഷൻ നമുക്ക് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു കേസിൻ്റെ റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ പോലീസിൻ്റെ അച്ചീവ്മെൻറ്റ് എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഇൻഫോം ചെയ്താൽ അത് ജനങ്ങൾ മുമ്പാകെ എത്തിക്കാനുള്ള എല്ലാം നടപടികൾ ഉടനെ എടുക്കും.
സോ അത് നല്ല സപ്പോർട്ടാണ്. ഇതുപോലെ തന്നെ ബിക്കോസ് ഓഫ് ദിസ് ഐ വിഷ് കണ്ണൂർ വിഷൻ ഓൾ ദ വെരി ബെസ്റ്റ് ഫ്യൂച്ചർ. പി നിതിൻ രാജാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതലയേറ്റത്. നേരത്തെ തലശ്ശേരി ASP ആയിരുന്ന നിതിൻ രാജിനും കണ്ണൂർ സുപരിചിതം. ഒരു തരത്തിലുള്ള ആക്ഷേപവും വിവാദവും ഉണ്ടാക്കാതെയാണ് അജിത് കുമാർ കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയത്. കണ്ണൂർ നൽകിയ സ്നേഹം തന്റെ തുടർന്നുള്ള പോലീസ് ജീവിതത്തിന് കരുത്താകുമെന്ന ആത്മവിശ്വാസത്തോടെ. കണ്ണൂരിന്റെ സ്നേഹം ആവോളം ഏറ്റുവാങ്ങിയാണ് അജിത് കുമാർ IPS കണ്ണൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകുന്നത്. കണ്ണൂരിന് അദ്ദേഹം സമ്മാനിച്ചത് നല്ല ഓർമ്മകൾ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.